എന്ത് നേടി? ഈ 7 പേരെ നിങ്ങൾ വധശിക്ഷയ്ക്ക് വിധിച്ച് വിധി നടപ്പിലാക്കി. ഈ പ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് നേടി? നിങ്ങളിവിടെ വളർന്നോ? നിങ്ങൾ ചോദ്യം ചെയ്യാത്തൊരു ശക്തിയായി പഞ്ചായത്തിൽ ഈ മണ്ഡലത്തിൽ നിങ്ങൾ മാറിയോ? ഞങ്ങൾ വളർന്നു. ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ശക്തിയായി. പ്രിയപ്പെട്ട ഉണ്ണിത്താന് ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ്. നിങ്ങൾ ജയിച്ചോ? നിങ്ങൾ തോറ്റോ? തലക്കകത്ത് വിളിവില്ല. ഈ നാട്ടിലെ നല്ല കമ്മ്യൂണിസ്റ്റുകാരൊന്ന് ആലോചിക്കണം. നേരത്തെ ശ്രീ ബലരാമൻ നമ്പ്യാർ പറഞ്ഞു ശീലം മാറില്ല. പട്ടിയുടെ വാൽ ഓടക്കോലിൽ ഇട്ടാൽ നീരില്ല എന്നുള്ളത്. നിങ്ങളിവിടുത്തെ ഭരണകക്ഷിയാണ് കേരളത്തിൽ. നിങ്ങളിപ്പോഴും ഒന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിർത്തിയിട്ടില്ല. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ബീജാപാവൽ നടത്തിയതിനു ശേഷം ചെന്നിടത്തും ഇരുന്നിടത്തും കിടന്നിടത്തും കളിച്ചിടത്തും നടന്നിടത്തും ഒക്കെ നിങ്ങൾ നടത്തിയത് 6 കൊലകളാണ്. ആന്ധ്ര മുതലുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയില്ലേ? ബംഗാളിന്റെ ചരിത്രം നമുക്കും എനിക്കും നിങ്ങൾക്കും അറിയില്ലേ? ത്രിപുരയുടെ ചരിത്രം എനിക്കും നിങ്ങൾക്കും അറിയില്ലേ? അവിടെ പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഓഫീസുകൾ നിലനിർത്തിയിരുന്നു. പ്രതിപക്ഷക്കാർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ അവസരം കൊടുത്തു. നിങ്ങൾ ത്രിപുരയിൽ, നിങ്ങൾ ബംഗാളിൽ, നിങ്ങൾ ആന്ധ്രയിൽ, നിങ്ങൾ കേരളത്തിലും നിങ്ങൾ പ്രതിപക്ഷത്തിന് ജീവിക്കാൻ അവസരം തന്നിട്ടില്ല. സ്വസ്ഥമായി ജീവിക്കാനും സ്വസ്ഥമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും ജനാധിപത്യത്തിന്റെ സർവാധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ, മനസ്സമാധാനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്കും നിങ്ങൾ അവസരം നൽകിയിട്ടില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലെ DCCയുടെ പ്രസിഡന്റായിരിക്കുമ്പോ എന്റെ ഇടതും വലതും ഇരുന്ന 10-24 ചെറുപ്പക്കാരെ വെട്ടി നുറുക്കിയ, പോസ്റ്റ്മോർട്ടം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹങ്ങൾ മാഹിപ്പുഴയുടെ തീരത്ത് റീത്ത് വെച്ച് കയ്യേറ്റ് ഏറ്റു വാങ്ങിയതിന്റെ ഓർമ്മകൾ മനസ്സിനകത്ത് തികട്ടി വരികയാണ്. നേരത്തെ ബാലകൃഷ്ണൻ പറഞ്ഞത് അതാണ്. നിങ്ങളോട് എങ്ങനെ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും? നിങ്ങളോട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ നമുക്ക് സാധിക്കും? ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതത്യാഗം ക്ഷണിച്ച രക്തസാക്ഷികളെ ഓർമ്മിക്കുമ്പോ അവരെക്കാളെ യവനികൾക്കുള്ളിൽ ചവിട്ടി അയച്ച നിങ്ങളുടെ പൈശാചികമായ രാഷ്ട്രീയത്തെ എതിർക്കുക. അതേ നമുക്ക് പോകുമ്പോഴേയുള്ളൂ. CPM ഓർക്കണം, നിങ്ങൾ അക്രമം നടത്തിയെടുത്തൊന്നും നിങ്ങൾ വളർന്നിട്ടില്ലെന്ന് മാത്രമല്ല, തളർന്ന് നിങ്ങൾ ഇല്ലാതായിരിക്കുന്നു. എവിടെയാണോ ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റുകാർ CPM? എവിടെ ബംഗാളിൽ CPM? എവിടെ ആന്ധ്രയിൽ CPM? ആകെ അവശേഷിക്കുന്ന ഒരു കൊച്ചു തുരുത്ത ഈ കേരളം. 2ാം വട്ടം ഭരണം കിട്ടി എന്ന് കരുതി നിങ്ങളങ്ങ് അഹങ്കരിക്കല്ല. കോവിഡ് രക്ഷപ്പെടുത്തിയതാ. കോവിഡിന്റെ കോൺട്രിബ്യൂഷനാണ് നിങ്ങൾക്കത്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ജനമനസ്സിനകത്ത് സ്ഥാനമുള്ളത് കൊണ്ടല്ല. നിങ്ങൾ 5 വർഷം ഈ സംസ്ഥാനത്ത് കട്ടുമുട്ടിച്ചതെല്ലാം ജനങ്ങളെ മനസ്സിലേക്ക് എത്തിക്കാൻ ജനസന്ദർശനം നടത്തി വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത വിധം വോട്ടർമാരും പാർട്ടികളും ഒറ്റപ്പെട്ടു. നിങ്ങളവിടെ മുതലാക്കി. നിങ്ങളുടെ അധികാരം വെച്ച് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർക്ക് വളണ്ടിയർ കാർഡ് കൊടുത്തു. കോവിഡ് വന്ന വീടുകളിൽ പോലും യാത്ര ചെയ്യാനും പേര് രോഗികൾക്ക് സഹായം എത്തിക്കാനും നിങ്ങൾ വളണ്ടിയർ കാർഡ് കൊടുത്തപ്പോ നിങ്ങളുടെ പ്രവർത്തകന്മാർക്ക് വീടുകൾ കയറാൻ സർക്കാരിന്റെ പണമെടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയ കിറ്റ് കൊടുക്കുമ്പോ നിങ്ങൾ ഓരോ വീട്ടിലും പറഞ്ഞു ഇത് വിജയത്തിൻ്റെതാ. സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് പെൻഷൻ കൊടുക്കുമ്പോ കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് നേരിട്ട് കൊടുക്കേണ്ടതാ. അതവിടുത്തെ ഡിവൈഎഫ്ഐയുടെ കാർഡ് ഹോൾഡർ, ഡിവൈഎഫ്ഐക്കാരൻ ആ പെൻഷൻ വാങ്ങി വീട്ടിൽ കൊടുത്തിട്ട് അവരോട് പറയുന്നു പെൻഷൻ വിജയാട്ടുണ്ടെന്നതാ. രോഗം വന്നപ്പോ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ കയ്യിലെ വളണ്ടിയർ കാർഡുള്ളൂ. നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ പറഞ്ഞു വിജയാട്ടം പറഞ്ഞിട്ടാ. നിങ്ങൾ ഉണ്ടാക്കിയ ആ അലകളുണ്ടല്ലോ,
സർക്കാരിന്റെ കാശും കോവിഡിന്റെ സാഹചര്യവും ഞങ്ങൾക്ക് ബന്ധപ്പെടാനും പ്രചരണം നടത്താനും സാധിക്കാത്ത പൊതുയോഗം നടത്തിക്കൂടാ, പ്രകടനം നടത്തിക്കൂടാ, സന്ദർശനം നടത്തിക്കൂടാ, വോട്ടർമാരെ കണ്ടുകൂടാ. അത്തരമൊരു ജയിലറ പോലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് നിങ്ങളെ തുറന്നു കാണിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്തിന് അപമാനകരമായ ഒരു മുഖ്യമന്ത്രിയായി നമ്മുടെ നാടിന്റെ മുഖ്യമന്ത്രി കണ്ണൂർ ജില്ലക്കാരനായ മുഖ്യമന്ത്രി മാറിയില്ലേ? ഇത്രയും നാണം കെട്ട ഒരു മുഖ്യമന്ത്രി ഇന്ത്യ രാജ്യത്ത് എവിടെയും ഉണ്ടായിട്ടുണ്ട്? ഏത് നാടിലാ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി? ഒരേ സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 7 കേസുകൾ അന്വേഷിക്കാൻ അഖിലേന്ത്യാ തലത്തിലുള്ള അന്വേഷണ ഏജൻസികൾ വന്ന് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് 7 കേസുകളുടെ ക്രിമിനൽ കേസുകൾ, കൊള്ളയടി മുതലുള്ള ക്രിമിനൽ കേസുകളിൽ കേസിൽ അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇതുപോലൊരു ഓഫീസ് ഇന്ത്യ രാജ്യത്ത് ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ IT കോർഡിനേറ്റർ കള്ളക്കടത്ത് കേസിൽ പ്രതിയായില്ലേ? ഡോളർ കേസിൽ പ്രതിയായില്ലേ? CM-ന്റെ ഓഫീസിൽ നിന്ന് ശുപാർശ പോയില്ലേ? അവർക്ക് സഹായം ചെയ്തത് CM-ന്റെ ഓഫീസാണെന്ന് അവർ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സോട് പറഞ്ഞില്ലേ? ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? ഈ മുഖ്യമന്ത്രിക്ക് അഭിമാനമുണ്ടോ? ഈ മുഖ്യമന്ത്രി ഏത് തൊഴിലാളി വർഗ നേതാവാ? ഈ മുഖ്യമന്ത്രി ഏത് ജനാധിപത്യ വിശ്വാസിയാ? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ആലോചിക്കണം, ഭൂഷണമാണോ നിങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി? സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാൻ ഓർഡർ ഇട്ടു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട്, ആരാണ് ഈ സ്വപ്ന സുരേഷ്? ഓർമ്മയുള്ളവർക്ക് ഓർമ്മയുണ്ടാകും. മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി നിർദോഷമായ മുഖത്തോടും ഭാവത്തോടും അദ്ദേഹം പറഞ്ഞു, സ്വപ്ന സുരേഷ് എനിക്കറിയില്ല. 3 വർഷം കൊണ്ട് നടന്ന മുഖ്യമന്ത്രിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ല. എല്ലാ IT-യുടെ യോഗങ്ങളിലും സ്വാഗതം പറഞ്ഞ സ്വപ്ന സുരേഷിനെ അറിയില്ല. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരിക്ക് 1.25 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് 60 മീറ്റർ അപ്പുറത്ത് മറ്റൊരു മനോഹരമായ ഓഫീസ് കൊടുത്ത് IT കോർഡിനേറ്റർ ആക്കി വെച്ച് പോകുന്നിടത്തെല്ലാം കൊണ്ടുനടന്ന പിണറായി വിജയന് സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് ഈ രാജ്യം വിശ്വസിക്കണം. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ മടി? എന്റെ കോർഡിനേറ്റർ ആയിരുന്നു എന്ന് ദുബായിൽ പോകുമ്പോ കോർഡിനേറ്റർ പോയിട്ടില്ലേ? കൂടെ താമസിച്ചത് ഹോട്ടലിലല്ലേ? തമ്മിലെ വഴിപാടിൽ സ്വാഗതം പറഞ്ഞില്ലേ? ഡൽഹിയിൽ പോകുമ്പോ കോർഡിനേറ്റർ കൂടെയില്ലേ? സ്വാഗതം പറഞ്ഞത് സ്വപ്ന സുരേഷല്ലേ? നിരന്തരം ഇവരുടെ ഓഫീസിൽ പോയ CCTV ക്യാമറകളില്ലേ? നിരന്തരം ഇവരുടെ വീടുകളിൽ പോയ CCTV ക്യാമറയില്ലേ? ഫയലുകൾ വെച്ച് സംസാരിക്കുന്ന എത്ര പദങ്ങൾ CCTV ക്യാമറയിലുണ്ട്? ഇതെല്ലാം ഉണ്ടായിട്ടും ഉടുപ്പും നാടോ മാനോ അഭിമാനോ അത് സ്വാഭിജാത്യമുള്ള ഒരാൾ പറയുന്നത് എനിക്കറിയില്ല. അറിയാവുന്നില്ല, വഴിയോരത്ത് പോലും കണ്ട ബന്ധമില്ല. നിങ്ങളൊരു മുഖ്യമന്ത്രിയുടെ നിലവാരം നിങ്ങൾ അവിടെയാണ്. കൊച്ചു കേരളം വിദ്യാസമ്പന്നരുടെ നാടാണ്, സാംസ്കാരിക ബോധം ഉയർന്ന നിലവാരമുള്ള നാടാണ്. ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അപമാനമല്ലെങ്കിൽ മറ്റെന്ത് എന്ന് സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ ആലോചിക്കണം. ഇപ്പോഴും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നുണ്ടോ ഇദ്ദേഹം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന്? തൊഴിലാളി കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ ഇപ്പോ അദ്ദേഹം തൊഴിലാളി വർഗ താല്പര്യത്തിന്റെ സംരക്ഷകനാണോ? അല്ല, മുതലാളിത്തത്തിന്റെ സംരക്ഷകനാണോ? ഒന്ന് വിലയിരുത്തും നിങ്ങൾ. പ്രതിപക്ഷ നേതാവായി രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചപ്പോ 8-9 അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു. ഓരോന്നും ഞാൻ പറയുന്നില്ല, സമയമില്ല. ഞാൻ ഇതെല്ലാം മുന്നേറ്റാൻ ഏൽപ്പിച്ചൊക്കെ പോകാൻ പോവുക. ഇപ്പൊ കുറച്ച് സമയം എനിക്കുള്ളൂ. വേറൊരു പരിപാടി ഉണ്ട്, കണ്ണൂരിൽ എത്തണം. അതുകൊണ്ട് വാക്കുകൾ ചുരുക്കും. ഞാൻ പെട്ടെന്ന് ഒന്നും കരുതരുത്. ഞാനിവിടെ വാക്ക് പാലിക്കാനായി വന്നതാ. വരുമെന്ന് പറഞ്ഞു, വരണം. വരാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് വന്നതാ. അല്ലെങ്കിൽ ഇനി ഞാൻ വരില്ല. അതുകൊണ്ട് ഈ 7
നിയമവുമായി രമേശ് ചെന്നിത്തല പത്രമാധ്യമങ്ങളെ കണ്ടപ്പോ ആ ഉത്തരവെല്ലാം പിൻവലിച്ചില്ലേ? എല്ലാ കരാറുകളും റദ്ദാക്കിയില്ലേ? ഈ മുഖ്യമന്ത്രിക്ക് എന്നിട്ടും കുലുക്കമുണ്ടോ? എന്നിട്ടും ഒരു അഭിമാനക്ഷയം ജനങ്ങളെ നോക്കാൻ? ഞാനൊക്കെ ആണെങ്കിൽ മൂന്ന് മരിച്ചു ജീവിച്ചിട്ടെന്താ കാര്യം? നിർലക്ഷ്യം ഇന്നും ഈ രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറുവാണ്. ഇതേ ഇപ്പൊ പുറപ്പെട്ടിരിക്കുന്നു കേരളയിൽ വികസനത്തിന്റെ നായകൻ. എന്താ ലക്ഷ്യം? കേരളത്തിന്റെ ലക്ഷ്യം എന്താ? കേരളത്തിന്റെ ലക്ഷ്യം കമ്മീഷനാണ്. ഒന്നിലേ കണ്ണുള്ളൂ, പണത്തിൽ മാത്രം. എവിടെ നിന്ന് പണം കിട്ടുന്നുവോ അവിടെ അടയിരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമാന ക്ഷേമമില്ല എന്ന് നിങ്ങൾ നോക്കണം. മകൾക്കൊരു IT കമ്പനിയാണ് ഇപ്പോ. നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ ചോദിക്കുന്നില്ല എവിടെ നിന്നാണ് പൈസ. പ്രധാനമന്ത്രി IT കമ്പനിയിൽ എനിക്ക് സന്തോഷം, നന്നാവട്ടെ. പക്ഷേ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ മകൾ IT കമ്പനിയുടെ ഉന്നത സ്ഥാനത്ത് സ്വന്തം IT കമ്പനി ഉണ്ടാക്കി ഈ രാജ്യത്തെ വ്യാവസായിക രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമ്പോ അത് എവിടെ നിന്നുണ്ടാക്കി? ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കുന്നത്? ആരോടൊപ്പമാണ് പിണറായി വിജയൻ? മകളോടൊപ്പമാണോ പ്രത്യയശാസ്ത്രത്തോടൊപ്പമാണോ എന്ന് പറയാൻ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ബാധ്യതയില്ലേ? ഇല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒന്ന് ആലോചിക്കണമെന്നാ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു ഭാഗത്ത് പിടിക്കും, മറുഭാഗത്ത് മുതലാളിത്തത്തിന് വേണ്ടി പട്ടുകൂടി തോക്കും. അദാനി എയർപോർട്ട് ഏറ്റെടുക്കാൻ പോകുന്നു. എന്ത് ബഹളായിരുന്നു! കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞത്? അല്ല, വീട്ടിൽ കൊടുക്കില്ലെന്നാ പറഞ്ഞത്. അദാനി കണ്ണൂരിൽ വന്നു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ. എന്റെ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങി കാണേണ്ടതുപോലെ കണ്ടു. അദാനി എയർപോർട്ടിൽ കൊണ്ടുപോയി. അത് മറ്റൊരു കാണാൻ ഇവിടെ കേരളത്തിൽ. അത് ഏട്ടൻ ബാബ, ഇത് അനിയൻ ബാബ. എയർപോർട്ടിൽ വിറ്റത് 18,000 കോടി. ആര്? അദാനിക്ക് വിറ്റതാര? സോറി, ടാറ്റയ്ക്ക് വിറ്റതാര? അവിടുത്തെ പ്രധാനമന്ത്രി ഏട്ടൻ ബാബ. അത് പിന്നീട് പറയാം. ഇത് അനിയൻ ബാബ. കാലെടുത്ത് വെക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് അദാനിയുടെ പറ്റേണ്ടതും വാങ്ങേണ്ടതും കാണേണ്ടതുപോലെ കണ്ടപ്പോൾ മനസ്സറിഞ്ഞ് എല്ലാം അദ്ദേഹത്തിന് സമർപ്പിച്ച് എയർപോർട്ട് കൈമാറ്റം നടന്ന് ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ട് അദാനിയുടെ പിടിഞ്ഞ പോർട്ട്. എന്ത് പാറായും അദാനിക്ക് കൊടുക്കില്ല. അദാനി ഏറ്റെടുത്താൽ ഞങ്ങൾ പാറ കൊടുക്കില്ല, ഊര് കൊടുക്കില്ല, സിമന്റ് കൊടുക്കില്ല. സർക്കാർ ഇപ്പോ പാറ കോറി കണ്ടെത്തുക. സർക്കാരാണ് ഇപ്പോ കോറി വിതരണം ചെയ്യുന്നത്. അവരാണ് കോറിക്കുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആർക്ക് എവിടെ എത്ര പണമെങ്കിലും വാരി കോരി ലൈസൻസ് കൊടുക്കാൻ, അദാനിയുടെ ആവശ്യത്തിന് കൊടുക്കാൻ ഗവൺമെന്റ് സ്പെഷ്യൽ ഓർഡറാണ് ഇറക്കിയിരിക്കുന്നത്. ആരോടൊപ്പാണ് പിണറായി വിജയൻ? മുതലാളിത്തത്തോടാണോ തൊഴിലാളി വർഗത്തോടൊപ്പമാണോ എന്ന് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ആലോചിച്ചാൽ മതി. അതുകൊണ്ട് പിണറായി വിജയന്റെ പ്രസംഗം പ്രവർത്തന പദത്തിൽ ഇന്ന് വരെ പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ലെന്നും മാത്രമല്ല, ഒരു ഏകാധിപതിയുടെ സർവാധിപതിയുടെ ഒരു ചട്ടമ്പിയുടെ രാഷ്ട്രീയ റോളിൽ നിന്ന് ഇന്നും ഇത്രയും കാലം മുഖ്യമന്ത്രിയായിട്ട് പോലും അതിൽ മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്ന ദുഃഖ സത്യത്തിന്റെ മുമ്പിലാണ് ഈ കൊച്ചു കേരളം ഇന്നും നിലനിൽക്കുന്നത്. മുകളിലുള്ളവരാണ് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി മോഡി ഇന്ത്യൻ പാർലമെന്റിലേക്ക് കയറി വന്ന ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹം അമ്പലത്തിൽ പോയി രാജ്യത്തുള്ള മുഴുവൻ ഭസ്മം എടുത്ത് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ മാറ്റിപ്പുരട്ടി അദ്ദേഹം പാർലമെന്റ് മന്ദിരത്തിൽ അതിന്റെ മെയിൻ ഗേറ്റിൽ മെയിൻ ഡോറിൽ വന്ന്
സാഷ്ടാംഗ പ്രണാമം ചെയ്താണ് പാർലമെന്റിന്റെ അകത്തേക്ക് വലതുകാലത്ത് വെച്ചത്. ഞാനൊക്കെ എന്ന് ധരിച്ചത് എന്താ, അദ്ദേഹം പാർലമെന്ററി ജനാധിപത്യത്തോട് അങ്ങേയറ്റത്തെ ഭക്തി, ഭയഭക്തി, ബഹുമാനമുള്ള ഒരു നേതാവാണെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ നല്ല സവിസ്തരമായ ചർച്ചകളും നിയമനിർമ്മാണങ്ങളും നടക്കുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇന്ന് ഇന്ത്യൻ പാർലമെന്ററി ഡെമോക്രസിയുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ പാർലമെന്റ് ഇന്നൊരു ചർച്ചയില്ല. പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ചയില്ല ഇന്ത്യൻ പാർലമെന്റിൽ. അവർക്ക് ആവശ്യമുള്ള ബില്ലുകൾ ഏകപക്ഷീയമായി പാസാക്കും. പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിനും പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിനും മുഖം കൊടുക്കാത്തൊരു സർക്കാർ. എന്നെ പോലുള്ള എംപിമാർ 377-ഉം സബ്മിഷനും ഒക്കെ കൊടുത്താൽ മറുപടി പറയാൻ പോലും ബന്ധപ്പെട്ട മന്ത്രിമാർ പാർലമെന്റിന്റെ അകത്തില്ല. ആരെങ്കിലും മറുപടി പറയും, പകരക്കാരൻ. പ്രധാനമന്ത്രി പാർലമെന്റിൽ ഒരു സന്ദർശകനാണ്. വല്ലപ്പോഴും വന്നാലായി അരമണിക്കൂർ ഇരിക്കും, അദ്ദേഹം ഇരിക്കും പോകും. മെമ്പർമാരെ അഭിസംബോധന ചെയ്യാനോ പ്രതിപക്ഷത്തിന്റെ ശബ്ദം കേൾക്കാനോ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ സാഗൂതം കേട്ട് പരിഹാര നടപടി സ്വീകരിക്കാനുള്ള ജനാധിപത്യ ബോധമൊന്നും നരേന്ദ്രമോദിക്കില്ല. തീർത്തും ഏകാധിപതി. ആവശ്യമുള്ള നിയമങ്ങളും ചട്ടങ്ങളും പാസാക്കുന്നു. ഇത്തവണത്തെ പാർലമെന്റിൽ എത്ര മണിക്കൂറാണ് ബിസിനസ് നടന്നത് എന്ന് അത്ര മാധ്യമങ്ങൾ നോക്കിയാൽ നിനക്ക് മനസ്സിലാവും. ജനാധിപത്യത്തിന്റെ ഈറ്റിലമെന്നും ശ്രീകോവിലെന്നും ഞങ്ങളൊക്കെ അഭിമാനത്തോടെ പാടിപ്പുകർത്തിയ ഇന്ത്യൻ പാർലമെന്റിന് പ്രധാനമന്ത്രി തിരിഞ്ഞു നോക്കാത്ത ഒരു പാർലമെന്റായി മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ ഇന്ത്യ ഭരിച്ചപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കം പാർലമെന്റിൽ ഇരിക്കും. 11 മണിക്ക് പാർലമെന്റിൽ വന്നാൽ ചോദ്യോത്തര വേളയിൽ പോലും പ്രധാനമന്ത്രി അന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെന്റിൽ എന്നത് പല പുസ്തകത്തിലും ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ UPA-യുടെ ഗവൺമെന്റിൽ മൻമോഹൻ സിംഗ് രാവിലെ മുതൽ വന്നിരിക്കും. ഉച്ചക്ക് ബ്രേക്ക്ഫാസ്റ്റ് പാർലമെന്റിലെ ഓഫീസിലാണ്. പാർലമെന്റ് വിട്ടാലേ അദ്ദേഹം പോകും. എല്ലാ ചർച്ചയിലും പങ്കെടുക്കും. എല്ലാ മന്ത്രിമാരും ഉണ്ടാകും. ചോദ്യത്തിന് മറുപടി പറയും, സബ്മിഷന് മറുപടി പറയും, 377-ന് മറുപടി പറയും, എല്ലാത്തിനും മറുപടി പറയും. ഇന്ന് നാദമില്ല, കളരിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ കാലഘട്ടവും കോൺഗ്രസ് ജനാധിപത്യത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും ഒന്ന് ഈ രാജ്യം അറിയണമെന്ന് മനസ്സിലാക്കാനാണ്. ഇന്ത്യയിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷമില്ല. പ്രതിപക്ഷത്തിന് മാത്രമുള്ള സ്ട്രെങ്ത് ഉണ്ടായില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെ ഇലക്ട് ചെയ്തില്ല. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റിനെ വിമർശിക്കാൻ AK ഗോപാലനെ അർഹതയില്ലാഞ്ഞിട്ടും പാർലമെന്റിൽ പ്രതിപക്ഷ സ്ഥാനത്തിരുത്തി പ്രതിപക്ഷ നേതാവായി വാഴിച്ച് ഭരണകൂടത്തിന്റെ തെറ്റുകൾ തിരുത്താനും ചൂണ്ടിക്കാണിക്കാനും ജനാധിപത്യത്തിന്റെ അത്യാവശ്യ ഘടകമാണ് പ്രതിപക്ഷമെന്ന ഉദാത്തമായ ജനാധിപത്യ ബോധം വെച്ചു പുലർത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ? നരേന്ദ്രമോദി എവിടെ? ഞങ്ങളുണ്ടാക്കിയതാ ഈ നാട്, ഞങ്ങളുണ്ടാക്കിയതാ ഈ നാടിലെ എല്ലാം ഞങ്ങളുണ്ടാക്കിയതാ. ബാലകൃഷ്ണൻ ഇവിടെ സംസാരിച്ചു. ഞാൻ അകലത്തെ കേട്ടു അദ്ദേഹത്തിന്റെ പ്രസംഗം. ജനാധിപത്യം മാത്രമല്ല, സ്വാതന്ത്ര്യം മാത്രമല്ല, മതേതരത്വം മാത്രമല്ല, വികസനം മാത്രമല്ല, ഈ രാജ്യത്തിന്റെ നാഡീ സ്പന്ദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക്, ഗ്രാമീണ തലങ്ങളിലെ ജനങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശം നൽകിക്കൊണ്ടുള്ള ലോകം കാണാത്തൊരു ഭരണഘടന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഗവൺമെന്റ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ സമിതിയെ വെച്ചുകൊണ്ട് ഭരണഘടനയുണ്ടാക്കി. എന്റെ പ്രിയപ്പെട്ടവർക്കറിയോ, ആ ഭരണഘടന
സമിതിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ അംബേദ്കർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ നഖശിഖാന്തം വിമർശിച്ച ഡോക്ടർ അംബേദ്കറിന്റെ കയ്യിൽ സ്വതന്ത്രമായ ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കാൻ സമിതിയെ നിശ്ചയിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഉദാത്തമായ ജനാധിപത്യ ബോധം ഈ ലോകത്ത് ആർക്കുണ്ടാകാൻ, കേരളത്തിലെ ഇന്ത്യയില് ഏത് നേതാവിന്, ഏത് പാർട്ടിക്ക്? അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രതിപക്ഷ ബഹുമാനം ഉയർത്തിക്കൊണ്ടും ആ പ്രതിപക്ഷ ബഹുമാനത്തെ നെഞ്ചിലേറ്റിയും ജനവികാരത്തെ ഉൾക്കൊണ്ടും നാടിന്റെ തുടിപ്പും ത്രസിപ്പും അതിനനുസൃതമായി രാജ്യത്തെ മാറ്റിമറിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. സ്വാതന്ത്ര്യം കിട്ടുമ്പോ അരിയില്ലാത്ത നാട്, പട്ടിണിക്കാരന്റെ നാട്, 33 കോടി ജനത. ഓർക്കണം, അരിയില്ല, തുണിയില്ല, മാറുമറക്കാൻ തുണി ഇല്ലാത്തത് കൊണ്ട് ഒരു തോർത്തുകൊണ്ട് പുതച്ചു നടന്ന എത്രയോ അമ്മമാരെ എന്റെ കുട്ടിപ്രായത്തിൽ ഞാൻ ഗ്രാമങ്ങളിൽ കണ്ടിട്ടുണ്ട്. തുണിയില്ല, വിദ്യാഭ്യാസമില്ല, വ്യവസായശാലയില്ല, പണിയില്ല. രാജ്യത്തെ കാർഷിക രംഗത്ത് ഏറെ പിന്നോക്കം നിൽക്കുന്ന നാട്, വികസനം എന്തെന്നറിയാത്ത നാട്, അതും ചിതറിക്കിടക്കുന്ന ചെറു രാഷ്ട്രങ്ങൾ, ചെറു രാജ്യങ്ങൾ, നാട്ടുരാജ്യങ്ങൾ. രാജാക്കന്മാരുടെ കയ്യിൽ, ജന്മിത്വത്തിന്റെ കയ്യിൽ, മന്ത്രിമാരുടെ കയ്യിൽ, ഇവരുടെയൊക്കെ കയ്യിൽ ചിതറിക്കിടക്കുന്ന ഒരു ഭാരതം. ആ ഭാരതത്തെ ഏകീകരിപ്പിച്ച് ഒരു രാഷ്ട്രമാക്കി മാറ്റി ഇന്ത്യ എന്ന പേരിൽ ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത് അവിടെ ജനാധിപത്യം കൊടുത്ത്, അവിടെ മതേതരത്വം കൊടുത്ത്, അവിടെ വികസനം കൊടുത്ത് ഒന്നുമില്ലാതിരുന്ന ഒരു രാജ്യത്തെ ലോകത്തിലെ ഒരു വൻകിട ശക്തിയായി കോൺഗ്രസ് വളർത്തിയെടുത്തു. ഈ വികസനത്തിന് എന്റെ പ്രിയപ്പെട്ടവർ, പ്രിയ സഖാക്കളെ, ഒരു തന്തയുള്ളൂ ഈ നാടിന്, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റൊരാൾക്കും അവകാശപ്പെടാൻ ഇന്ത്യയിലെ ഒരു വികസനത്തിനും ആർക്കും പങ്കില്ല. ഇനി നിങ്ങൾ ഓർക്കണം, എല്ലാം കോൺഗ്രസിന്റേതാണ് സൃഷ്ടി. അതേ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ നാട് നിലനിൽക്കില്ലെന്ന് കരുതിയവരാ ലോകത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും. ഒട്ടുമിക്ക രാജ്യങ്ങളും പറഞ്ഞു ഇന്ത്യ നിലനിൽക്കും. നിരക്ഷരന്റെ നാടാ, പട്ടിണിക്കാരന്റെ നാടാ, വൈവിധ്യങ്ങളുടെ നാടാ, ബഹുസ്മൃതികളുടെ നാടാ. മതങ്ങൾ വ്യത്യസ്തമാണ്, ജാതികൾ വ്യത്യസ്തമാണ്, ഭാഷകൾ വ്യത്യസ്തമാണ്, സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ്, ആചാരങ്ങൾ വ്യത്യസ്തമാണ്, അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ്. എവിടെ നിൽക്കാൻ? ലോകത്തിലെ ഒരുപാട് ഭരണകർത്താക്കൾ പ്രതികരിച്ചു. ഈ നാട് നിലനിൽക്കില്ല. പട്ടിണിക്കാരന്റെ കലാപം കൊണ്ട് നാട് തകരും. ബഹുമതങ്ങൾ വർഗീയ കലാപം കൊണ്ട് തകരും. ബഹുഭാഷകൾ ഭാഷാ കലാപം കൊണ്ട് തകരും. ബഹുസംസ്കാരങ്ങൾ ബഹുസംസ്കാരങ്ങൾ കൊണ്ട് തകരും, തമ്മിൽ തല്ലി തകരും. പട്ടിണിക്കാരന്റെ നാട്, നിരക്ഷരന്റെ നാട്, വിദ്യാഭ്യാസമില്ലാത്തവന്റെ നാട്. ഈ നാടിന് ജനാധിപത്യം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ജനാധിപത്യത്തിലൂടെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. പരിണിതപ്രജ്ഞനല്ലാത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇതിനെയെല്ലാം കോർത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കില്ല. മാധ്യമങ്ങൾ എഴുതി, എഡിറ്റർ കോളത്തിൽ എഴുതി, ഭരണകർത്താക്കൾ കമന്റ് അടിച്ചു. ഒരുപാട് രാഷ്ട്ര നേതാക്കന്മാർ പറഞ്ഞു ഇന്ത്യ നിലനിൽക്കില്ല. അൽബസ് ഹസ്ലി, ചരിത്രത്തിലെ ബ്രിട്ടീഷ് ചരിത്രകാരൻ, പ്രസിദ്ധനായ ചരിത്രകാരൻ, അദ്ദേഹം ഒരുപാട് രാജ്യത്തിന്റെ ചരിത്ര പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യത്തെ കുറിച്ച് എന്തെങ്കിലും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രവചനങ്ങളൊക്കെ അച്ചിട്ട പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹക്സ്ലി എഴുതുന്ന ഏത് പുസ്തകം മാർക്കറ്റിൽ വരുമ്പോഴും ചൂടപ്പം വിറ്റടിയും പോലെ അത് വിറ്റടിയും. അല്ലെങ്കിൽ ഇന്ത്യയെ കുറിച്ച് പുസ്തകം എഴുതി, ഇന്ത്യ ദ റിയാലിറ്റി. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ വൈവിധ്യങ്ങളൊക്കെ എഴുതി, ഈ ബഹുസ്മൃതിയൊക്കെ എഴുതി, എല്ലാം എഴുതി പിടിപ്പിച്ച് അവസാനം അദ്ദേഹത്തിന്റെ അനുവാദകരോട് ചോദിച്ചു, "Can India
survive for a long term under an unexperienced politician, unexperienced leader like Pandit Jawaharlal Nehru. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടെ സംസ്ഥാനങ്ങളുണ്ട്, ഒരുപാട് സംസ്ഥാനങ്ങളാ, ഭാഷകൾ വ്യത്യസ്തമായ നാട് പോലെയാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി, no one can make a nation out of a continent of many nations. ഒരു ബഹുരാഷ്ട്ര സമുച്ചയത്തിൽ നിന്ന് ഒരു രാഷ്ട്രം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. So India will ruin within a short time. തകർന്നോ? നാം തകർന്നോ? ശക്തരായി 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 ശക്തരായി. ബാലകൃഷ്ണൻ പ്രസംഗം അവസാനിപ്പിച്ചത് എവിടെയാ? പേരിയ അമേരിക്കൻ പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിയ ഇന്ദിരാഗാന്ധിയുടെ വാക്കുകളിലാണ്. ബംഗ്ലാദേശ് ഉണ്ടായപ്പോ പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്കയുടെ 7ാം നാവികപ്പട ഇന്ത്യൻ തീരത്തയച്ചപ്പോ ഇന്ദിരാഗാന്ധിയുടെ ഒരു വിരട്ടലിൽ കപ്പലും എടുത്ത് അമേരിക്കൻ പ്രസിഡന്റും പട്ടാളവും തിരിച്ചുപോയി. ആരാണ് ഇന്ദിര? ആരാണ് ഇന്ത്യ? ലോകം കണ്ടറിഞ്ഞതാണ്, ലോകം തൊട്ടറിഞ്ഞതാണ്, ലോകം മനസ്സിലാക്കിയതാണ്. അതാണ് ഇന്ത്യ. ഇന്ത്യക്ക് ഒരു രക്ഷിതാവേ ഉള്ളൂ, ഒരു തന്തയേ ഉള്ളൂ. അത് ഞങ്ങളാണ് മക്കളെ, കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിനെ തമസ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇവിടെ ഹിന്ദുവിനുണ്ട് കോൺഗ്രസ്, ഇവിടെ മുസൽമാനിനുണ്ട് കോൺഗ്രസ്, ഇവിടെ ക്രിസ്ത്യാനിയിലുണ്ട് കോൺഗ്രസ്, ഇവിടെ ജൈനനുണ്ട് കോൺഗ്രസ്, ഇവിടെ ജൂതനുണ്ട് കോൺഗ്രസ്, ഇവിടെ സിഖിനുണ്ട് കോൺഗ്രസ്, ഇവിടെ മലയാളിയിലുണ്ട് കോൺഗ്രസ്, തമിഴിലുണ്ട് കോൺഗ്രസ്, പഞ്ചാബിയിലുണ്ട് കോൺഗ്രസ്, തെലുങ്കിലുണ്ട് കോൺഗ്രസ്, കാശ്മീരിയിലുണ്ട് കോൺഗ്രസ്. ഇവിടെ മതങ്ങൾ, സമുദായങ്ങളുണ്ട്. എല്ലാ സമുദായത്തിലും കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമുണ്ട്. ഈ വൈകാരികതയുണ്ടല്ലോ, ഈ വൈകാരികതയാണ് ഇന്ത്യ രാജ്യത്തെ നിലനിർത്തിയ കണ്ണി. ഹിന്ദുവിലുള്ള കോൺഗ്രസും മുസൽമാനിലെ കോൺഗ്രസും ക്രിസ്ത്യാനിയിലെ കോൺഗ്രസും ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ പാടുപെടുമ്പോ അവിടെ വർഗീയ കലാപമില്ല. സമുദായത്തിൽ, എല്ലാ സമുദായത്തിലും വിലയം പ്രാപിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമുണ്ടല്ലോ, ആ വികാരമാണ് ഇന്ത്യ രാജ്യത്തെ കോർത്തിണക്കിയ കണ്ണി. എല്ലാ ഭാഷകളിലും നിലയം പ്രാപിച്ച കോൺഗ്രസ് എന്ന വികാരമുണ്ടല്ലോ, ആ വികാരമാണ് ഇന്ത്യ രാജ്യത്ത് നിലനിർത്തിയ ശക്തി. അതുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ലേ, ഈ നാടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ, ഈ നാടിനെ ചുറ്റില്ല. എല്ലായിടവും പോയി അവശേഷിക്കുന്ന ദുരിത കേരളം ഇവിടവും അധികകാലം നിലനിൽക്കില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട രക്തസാക്ഷികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അവരുടെ ആത്മാവിന് കരുത്തുണ്ടെങ്കിൽ, അവരുടെ ആത്മീയ ശക്തിക്ക് നോവുണ്ടെങ്കിൽ, അവരെ മനസ്സിലാക്കാൻ ഈ നാളിന് സാധിക്കുന്നുവെങ്കിൽ, അവരെ കൊന്ന് കുഴിമാടത്തിലേക്ക് അയച്ച നിങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അന്ത്യകൂടാശ ഇന്ത്യ കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയാൻ ഇവിടുത്തെ കൊലയാളി രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരായ CPM-കാർക്ക് മനസ്സിലാവണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട്, ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്റെ പ്രിയ നഷ്ടപ്പെട്ടുപോയ സഹപ്രവർത്തകന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമ്രശിരസ്കനായിക്കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ജയ്. ഈ അനുസ്മരണ വേദിയെ അടുത്തതായി അനുമോദന ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. നമ്മുടെ മണ്ഡലത്തിൽ നിന്നും മികച്ച നേട്ടം കൈവരിച്ച ചില വ്യക്തികൾക്കുള്ള അംഗീകാരമാണ് അടുത്തതായി വേദിയിൽ നടക്കുക. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് ബഹുമാന്യനായ നമ്മുടെ കാസർഗോഡിന്റെ പ്രിയപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണേ കളേ
പ്രിയമുള്ളവരെ, അടുത്തതായി ഒരു ആദരിക്കൽ ചടങ്ങിനാണ് വേദി സാക്ഷ്യം വഹിക്കുന്നത്. പ്രിയപ്പെട്ട ആളുകളെ ആദരിക്കുന്നത് ബഹുമാന്യനായ കാസർഗോഡിന്റെ ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവറുകളാണ്. ആദ്യമായി വേദിയിൽ വെച്ച് ആദരവ് ഏറ്റുവാങ്ങുന്നത് രാജസ്ഥാനിൽ നടന്ന അണ്ടർ-19 ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ കേരള ടീം അംഗം കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായ തെരേസ ഡൊമിനിക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തെരേസ ഡൊമിനിക്കിനെ ആദരിക്കുന്നത് കാസർഗോഡിന്റെ പ്രിയങ്കരനായ ജനകീയ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. രാജസ്ഥാനിൽ നടന്ന അണ്ടർ-19 ദേശീയ വടംവലി ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ കേരള ടീം അംഗമായ തെരേസ ഡൊമിനിക്. അടുത്തതായി തൃശൂർ സർക്കാർ വക നിയമ കലാലയത്തിൽ 5 വർഷത്തെ നിയമബിരുദം പൂർത്തിയാക്കുകയും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയിച്ച അഡ്വക്കേറ്റ് ശ്രുതി രാജ് CK ബഹുമാന്യനായ കാസർഗോഡ് MP ആദരിക്കും. ശ്രുതി രാജിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മറ്റൊരു ആദരവ് ഏറ്റുവാങ്ങുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് അത്ലറ്റിക് മീറ്റിൽ 5000 മീറ്റർ നടത്ത മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ KSU പീപ്പിൾസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ കുറ്റിക്കോൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമായ വിസ്മയക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുറ്റിക്കോൽ മണ്ഡലം കമ്മിറ്റിയുടെ ആദരവിനോടൊപ്പം 188ാം ബൂത്ത് കമ്മിറ്റിയുടെ ആദരവ് കൂടിയുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനായതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണം നേരിടുകയും ആത്മവിശ്വാസത്തോടെ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റി സമ്മേളനം വിജയിപ്പിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച സാബിദിനുള്ള അനുമോദനമാണ്. സാബിദിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു ആദരവ് ഏറ്റുവാങ്ങുന്നത് കേരള മാസ്റ്റേഴ്സ് വോളിബോൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയിൽ നേടിയ സ്വർണ്ണ മെഡൽ നേടിയ ടീം അംഗം റൂബി അബ്രഹാം. സാബിദിനെയാണ് വേദിയിൽ വെച്ച് MP ആദരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രവർത്തകനായതിന്റെ പേരിൽ സൈബർ ആക്രമണം നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ റൂബി അബ്രഹാമിനെ ക്ഷണിക്കുകയാണ്. അടുത്തതായി ആദരവ് ഏറ്റുവാങ്ങുന്നത് ബന്ദടുക്കയുടെ മണ്ണിൽ നിന്നും നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയെടുത്ത കാപ്പുകോൽ എന്ന ഹ്രസ്വ സിനിമയുടെ കഥാകൃത്തും അഭിനേതാവുമായ സുഭാഷ് വനശ്രീയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബന്ദടുക്കയുടെ മണ്ണിൽ നിന്നും പിറന്ന കാപ്പുകോൽ എന്ന ഹ്രസ്വ സിനിമയുടെ കഥാകൃത്തും അഭിനേതാവുമാണ് സുഭാഷ് വനശ്രീ. 18ഓളം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയ കാപ്പുകോലിന്റെ തിരക്കഥാകൃത്ത് സുഭാഷ് വനശ്രീ. അതുപോലെ തന്നെ കാപ്പുകോലിന്റെ തിരക്കഥ എഴുതിയ അഭിനേതാവുമായ ശ്രീ രാമചന്ദ്രൻ PM നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബന്ദടുക്കയുടെ മണ്ണിൽ നിന്നും അന്തർദേശീയ തലത്തിലേക്ക് ശ്രദ്ധയാകർഷിച്ച ഹ്രസ്വചിത്രമായ കാപ്പുകോലിന്റെ തിരക്കഥാകൃത്ത് ശ്രീ രാമചന്ദ്രൻ PM. അടുത്തതായി അനുമോദനം ഏറ്റുവരുന്ന കാപ്പുകോൽ എന്ന ഹ്രസ്വചിത്രത്തിൽ നിർമ്മാതാവും അഭിനേതാവുമായി അഭിനയിച്ച യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ശ്രീ നിശാന്ത് റാവിനായ. അടുത്തതായി അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കാപ്പുകോൽ എന്ന ഹ്രസ്വചിത്രത്തിന്റെ തിരക്കഥാകൃത്തും അഭിനേതൃത്വമായ ശ്രീ മധു കണ്ണകിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങിയ മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നതിനോടൊപ്പം അനുസ്മരണ പ്രഭാഷണം അടുത്തതായി കാസർഗോഡ് ആസ്ഥാനമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഓൺലൈൻ ന്യൂസ് പോർട്ടൽ ആയ B ന്യൂസ് എന്ന ഓൺലൈൻ ചാനലിന്റെ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട MP നിർവഹിക്കുകയാണ്. B ന്യൂസിന്റെ ലോഗോ പ്രകാശനമാണ് വേദിയിൽ നടക്കുന്നത്.
അതിൻ്റെ അണിയറ പ്രവർത്തകരാണ് വേദിയിൽ ഇപ്പോൾ ഉള്ളത്. കാസർഗോഡ് ആസ്ഥാനമായി ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന ഓൺലൈൻ ന്യൂസ് പോർട്ടലായ വ്യൂ ന്യൂസിൻ്റെ ഔദ്യോഗികമായ ലോഗോ പ്രകാശനമാണ് ബഹുമാന്യനായ കാസർഗോഡ് MP വേദിയിൽ വെച്ച് നിർവഹിക്കുന്നത്. അടുത്തതായി ഈ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാന്യനായ കാസർഗോഡിൻ്റെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായ ശ്രീ ബലരാമൻ നമ്പ്യാർ, സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനറും സ്വാഗത പ്രാസംഗികനുമായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാബു എബ്രഹാം, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെയൊക്കെ ആരാധ്യനായ KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP, കഴിഞ്ഞ പ്രാവശ്യം അസംബ്ലിയിൽ മത്സരിച്ച KPCCയുടെ സെക്രട്ടറിയും ഉജ്ജ്വല പ്രഭാഷകനുമായ ശ്രീ ബാലകൃഷ്ണൻ പെരിയ, ശ്രീ പ്രഭാകരൻ, ശ്രീ സാജിദ് നൂർ, ശ്രീ പവിത്രൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാജൻ പെരിയ, ശ്രീ നോയൽ ടോമിൻ ജോസഫ്, മിനി ചന്ദ്രൻ, ജില്ലാ കോൺഗ്രസിൻ്റെ നേതാവ് മിനി ചന്ദ്രൻ, അധ്യക്ഷ വേദിയിലെ മറ്റ് നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇനി ഒരു പ്രസംഗത്തിനായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചും സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചും വളരെ സവിസ്തരം KPCCയുടെ പ്രസിഡന്റ് നിങ്ങളോട് സൂചിപ്പിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശ്രീ ബലരാമൻ നമ്പ്യാരും അതുപോലെ തന്നെ ശ്രീ സാബുവും പവിത്രനും എല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരൊക്കെ അശ്രാന്ത പരിശ്രമം നടത്തിയിട്ടാണ് ഈ 37ാം രക്തസാക്ഷി ദിനം ആചരിച്ചത്. നിങ്ങളെല്ലാവരും വളരെ ക്ഷീണിതരാണ്. 4 കിലോമീറ്റർ നടന്ന് വളരെ ക്ഷീണിതരായി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഇനിയും ഒരു പ്രസംഗം നടത്തുന്ന അനൗചിത്യമാണ് എന്നെനിക്കറിയാം. ഇനി ഇവിടെ വരുമ്പോൾ ദീർഘമായ ഒരു പ്രസംഗം നടത്താം. നമുക്കറിയാം, 1984 ആദ്യത്തെ കൊലപാതകം ഇവിടെ നടന്നത്. അവിടെ അങ്ങോട്ട് നടന്ന കൊലപാതകത്തിൻ്റെ ഒരു പരമ്പര തന്നെ ഇവിടെ ഉണ്ടായി. ഈ കുറ്റിക്കോവിൽ ബന്ധുടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് പാലാ രാജനും പാലാ മോഹനും അടക്കം നിരവധി രക്തസാക്ഷികൾ ഇവിടെ ഉണ്ടായി. ശോഭനായിക്ക്, അതുപോലെ തന്നെ ശ്രീ ഹരിജനൻ, ശ്രീ കുഞ്ഞഹമ്മദ്, ശ്രീ ബാലകൃഷ്ണൻ നായർ, ശ്രീ വിശ്വനാഥ ഗൗഡ, പല വർഷങ്ങളായി പലപ്പോഴായി 7 പേരെ കൊന്നൊടുക്കി. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊലപാതക രാഷ്ട്രീയം കുലത്തൊഴിലാക്കി മാറ്റിയ ഒരു പാർട്ടിയാണ്. നിങ്ങൾക്കറിയാം, ഇതിനുശേഷം എത്രയോ കൊലപാതകങ്ങൾ ഈ കാസർഗോഡും കണ്ണൂരും ഉത്തര മലബാറിലും നടന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കൊലപാതകത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള പൗരുഷം, ധൈര്യം, തന്റെ ഇടം ആ പാർട്ടി കാണിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഈ കൊലപാതകം കൂടാതെ നടന്നൊരു കൊലപാതകമാണല്ലോ ജബാറിന്റെ കൊലപാതകം. കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ രംഗത്ത് വരും. ഞങ്ങളല്ലേ ഈ കൊലപാതകം നടത്തിയത്, ഈ കൊലപാതകവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകർ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അവരെ പാർട്ടിയിൽ വെച്ചു കുറിപ്പിക്കില്ല, അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബന്ധുടുക്കയിൽ 7 കൊലപാതകം നടത്തിയ ആരാണ്. പകൽ പോലെ വ്യക്തമാണ് ആരാണ് നടത്തിയത്, പ്രതികൾ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കൊലപാതകത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഇതുവരെ ഈ പാർട്ടി തയ്യാറായിട്ടുണ്ട്. ലോകത്തെവിടെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തിയാൽ, മാവോയിസ്റ്റുകളോ നക്സലൈറ്റുകളോ ആരെങ്കിലും കൊന്നാൽ അവർ സധൈര്യം പറയും, ഞങ്ങളാണ് ഈ കൊലപാതകം നടത്തിയത്, ഞങ്ങളാണ് ഈ അട്ടിമറി നടത്തിയത്.
പക്ഷെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജവാഹറിനെ കൊന്നതിന് ശേഷം ആ കൊലപാതകം ഞങ്ങളല്ല നടത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഇരുമ്പഴികൾക്കുള്ള അടയ്ക്കപ്പെട്ടത് ഏരിയ സെക്രട്ടറി അല്ലേ, അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അല്ലേ, ബ്രാഞ്ച് സെക്രട്ടറി അല്ലേ? പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആര് പ്രതിയായാലും പറയും ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായി ബന്ധമില്ല. എത്രയോ കൊലപാതകങ്ങൾ ഈ കാസർഗോഡ് മണ്ണിൽ നടന്നു, അല്ലെങ്കിൽ കണ്ണൂരും കാസർഗോഡുമായി നടന്നു. നമുക്കറിയാമല്ലോ, കതിരൂർ മനോജ് വധക്കേസ്, അതുപോലെ തന്നെ ഫസൽ വധക്കേസ്, TP ചന്ദ്രശേഖരന്റെ വധക്കേസ്, നക്സലേറ്റുകൾ ജനകീയ വിചാരണ നടത്തി പണ്ട് മനുഷ്യനെ കൊന്ന പോലെ അനിൽ ഷുക്കൂറിന്റെ വധം ജനകീയ വിചാരണയിലൂടെ, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാരനായ ഷുഹൈബിന്റെ മരണം, ഏറ്റവും അവസാനമായി കാസർഗോഡ് 2 മരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെല്ലൂരിലെ 2 കുഞ്ഞുങ്ങളുടെ മരണം. ഇതിലേതെങ്കിലും ഒരു മരണം ഞങ്ങളാണ് നടത്തിയെന്ന് പറയാനുള്ള ധൈര്യം, തന്റേടം, മാന്യത ഇന്നുവരെ മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ചിട്ടുള്ളൂ? ഏത് കേസെടുത്ത് പരിശോധിച്ചു അതിലെ എല്ലാ പ്രതികൾ ആരാണ്? കതിരൂർ മനോജ് വധക്കേസിലെ പ്രതികൾ ആരാണെന്ന് തീരുമാനിച്ചത് ശ്രീ P. ജയരാജന് ഡ്രൈവർ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. ഫസൽ വധക്കേസിലെ പ്രതി CBI അന്വേഷിച്ചു. പ്രതികൾ ആരാണെന്ന് CBI കണ്ടെത്തി. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും. അനിൽ ഷുക്കൂറിന്റെ വധത്തിൽ P. ജയരാജനും അവിടുത്തെ MLA ആയിരുന്ന TV രാജേഷും. എല്ലാ കൊലപാതകങ്ങളിൽ ഷുഹൈബിന്റെ കൊലപാതകമടക്കം മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഞങ്ങൾ ഈ കൊലപാതകം നടത്തിയെന്ന് പറയുകയും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എല്ലാ കേസിലെയും പ്രതികൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. കേസ് ഞങ്ങളല്ല ഈ കൊല നടത്തിയെന്ന് പറയുന്നു. പ്രതികളെ രക്ഷിക്കാനായി പോലീസിനെ സ്വാധീനിക്കുന്നു, കോടതിയിൽ വക്കീലിനെ വയ്ക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. എന്നിട്ടും പാർട്ടി പറയുന്നത് ഞങ്ങളല്ല ഈ കൊലപാതകം നടത്തിയത്. നമുക്കറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം നടന്ന മണിക്കൂറുകൾക്ക് പാർട്ടി രംഗത്ത് വന്നു ഞങ്ങളല്ല നടത്തിയത്. മാർക്സിസ്റ്റ് പാർട്ടിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളല്ല ഈ കൊലപാതകം നടത്തിയതെങ്കിൽ, ഈ കൊലപാതകവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെങ്കിൽ, അതിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് 2 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവാക്കിയത്? പീതാംബരന്റെ ഭാര്യ ഏഷ്യാനെറ്റിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്റെ ഭർത്താവ് ജീവിതത്തിൽ ഇന്നുവരെ ഒരു എറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല, ആരെയും കൊല്ലില്ല, അദ്ദേഹം കൊന്നിട്ടില്ല. പക്ഷെ പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം ആരെയും കൊല്ലും. ഈ കൊലപാതകം പാർട്ടി പറഞ്ഞിട്ടാണ് നടത്തിയത് എന്ന് പറഞ്ഞ അന്ന് രാത്രിയിൽ ആ വീട്ടിൽ XMLA കുഞ്ഞിരാമൻ പോയി ആ സ്ത്രീകളെ കെട്ടിയതോടുകൂടി അവർ മൊഴി മാറ്റി പറഞ്ഞു. അപ്പോ കല്യോട്ട് കൊലപാതകം, ആ കൊലപാതകത്തിൽ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ ഒരു വലിയ വിധി വന്നു. എന്താണ് ആ വിധി? ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ആ കേസ് വന്നപ്പോ കോടതി പറഞ്ഞത്, പ്രതികളുടെ മൊഴി വേദവാക്യമായി സ്വീകരിച്ചിട്ടാണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയത്. ഈ കുറ്റപത്രം വിചാരണയ്ക്കെടുത്താൽ പ്രതികൾ മുഴുവൻ രക്ഷപ്പെടും. അതുകൊണ്ട് കുറ്റപത്രം റദ്ദു ചെയ്യുന്നു, കേസ് CBIക്ക് വിടുന്നു. സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ആരാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോയത്? ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്ക് അനുകൂലമായപ്പോൾ ആരാണ് സുപ്രീം കോടതിയിൽ പോയത്? നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 2 കോടി രൂപ ചെലവാക്കി പ്രതികളെ രക്ഷിക്കാൻ ആരാണ് ശ്രമിച്ചത്? കൊലപാതകം ഞങ്ങളല്ല നടത്തിയതെങ്കിൽ ആ നടത്തിയ പ്രതികളുടെ ഭാര്യമാർക്ക് ആരോഗ്യവകുപ്പിൽ ജോലി കൊടുത്തത് എന്തിനാണ്? ആ ജോലി കൊടുത്തത് വലിയ വിവാദമായപ്പോൾ ജോലി രാജിവെച്ച് കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും അവർക്ക് ജോലി കൊടുത്തത് എന്തിനാണ്? നിങ്ങൾ ആലോചിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ നിരന്തരമായി കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കൊലപാതകം മുഴുവൻ നടത്തുന്ന ഒരു പാർട്ടിയാണ്. കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വിവരാവകാശ നിയമപ്രകാരം ഓരോ പാർട്ടികളും നടത്തിയ കൊലപാതകം, കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി മാത്രം നടത്തിയ കൊലപാതകങ്ങൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇനിയുള്ള കാലം നമുക്ക് പകയുടെ രാഷ്ട്രീയം പാടില്ല, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം പാടില്ല, അക്രമത്തിന്റെ രാഷ്ട്രീയം പാടില്ല, കഠാരയുടെ രാഷ്ട്രീയം പാടില്ല, കൊലപാതകത്തിന്റെ രാഷ്ട്രീയം പാടില്ല. ഇനി ഇവിടെ വിധവകളെ സൃഷ്ടിക്കാൻ പാടില്ല, മക്കൾ നഷ്ടപ്പെട്ട അമ്മയെയും അച്ഛനെയും സൃഷ്ടിക്കാൻ പാടില്ല,
സഹോദരൻ നഷ്ടപ്പെട്ട സഹോദരിമാരെ സൃഷ്ടിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ശാന്തി വേണം, നമ്മുടെ നാട്ടിൽ സമാധാനം വേണം. നമ്മളെല്ലാവരും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വം വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി മാറണം ഈ നാട്. നരനും തമ്മിൽ സാഹോദര്യം നിൽക്കണം. അതിന് വിഘാതമായി നിൽക്കുന്നതെല്ലാം ഇല്ലാതെയായി തീർന്നേരണം. അതുകൊണ്ട് 37 വർഷത്തെ ഓർമ്മകൾ, മരണകൾ പുതുക്കിക്കൊണ്ട് ഇവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആയുധം താഴെ വെച്ച് അനുരഞ്ജനത്തിന് തയ്യാറായി നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടാക്കാൻ നാട് ഭരിക്കുന്നവർ, ഈ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. 37 വർഷം കഴിഞ്ഞിട്ടും ഇത്ര ഗംഭീരമായ ഒരു റാലി സംഘടിപ്പിക്കാൻ ശ്രീ ബലരാമൻ നമ്പ്യാർ, ശ്രീ സാബു, അതുപോലെ തന്നെ ശ്രീ പവിത്രൻ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തയ്യാറായതിൽ ഞാൻ അവരെല്ലാം അഭിനന്ദിക്കുന്നു. എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. ഇന്നലെയും ഞാൻ ഇവിടെ വന്നിരുന്നു. ഇന്നലെ നിങ്ങളുടെ ബൈക്ക് റാലി ഞാൻ കണ്ടിരുന്നു. ഇന്ന് മാത്രമല്ല, ഇത്ര മനോഹരമായി ഈ പ്രദേശം മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ഈ കൊലപാതകത്തിനെതിരെ തിരിച്ചുവിട്ട് പേരുടെ എല്ലാവരുടെയും പേര് പറയാൻ കാര്യം അത്ര കണ്ട് കഷ്ടപ്പെട്ടു ഇവിടുത്തെ ആളുകൾ. എല്ലാവരുടെയും പേര് പറയണം. അതാണ് എൻ്റെ ഒരു മര്യാദ. എല്ലാവരുടെയും എഴുതിയിട്ടുണ്ടോ? ബലരാമൻ നമ്പ്യാർ ചെയർമാൻ, സാബു എബ്രഹാം, പവിത്രൻ സി നായർ, ശ്രീ രതീഷ് ബേത്തയം, നിഷ അരവിന്ദ് മഹിളാ കോൺഗ്രസ്, മിനി ചന്ദ്രൻ മഹിളാ കോൺഗ്രസ്, അതുപോലെ കുഞ്ഞിരാമൻ കവനം വാർഡ് മെമ്പർ, ശ്രീ മാധവൻ ചിറക്കൽ സംഘാടക സമിതിയുടെ നേതാവ്, INUC നേതാക്കന്മാരായ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രതീഷ് ബേത്തളം. യൂത്ത് കോൺഗ്രസ് ഇന്നലെ ഉജ്ജ്വലമായ ഒരു റാലിയാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അങ്ങേയറ്റം അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ 37ാം രക്തസാക്ഷി ദിനം INUSയുടെ പ്രസിഡന്റ് വേണുവിന്റെ നേതൃത്വത്തിലുള്ള പിന്നെ ഇവിടെ നമ്മള് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണ്. ഒരു പുരുഷായുസ് മുഴുവൻ ഹിംസയ്ക്കെതിരെ അഹിംസ ആയുധമാക്കി ഒരു തുള്ളി ചോര ചിന്താതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എടുത്തു കൊടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. ഇവിടെ ജനാധിപത്യം കൊണ്ടുവന്നു, മതേതരത്വം കൊണ്ടുവന്നു, ഭരണഘടന കൊണ്ടുവന്നു. ഇന്ന് ഈ രാജ്യം ഈ നിലയിലാക്കിയത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ പതാക, കൊടി, തോരണങ്ങൾ രാത്രിഞ്ചരന്മാരായ കമ്മ്യൂണിസ്റ്റുകാർ, ഭീരുക്കളായ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നശിപ്പിച്ചതായി ഞാൻ അറിഞ്ഞു. ആ കൊടി കൊണ്ടുപോയി ഓഫീസിന് പിന്നിൽ വെച്ചിരുന്നു. നമ്മുടെ പ്രവർത്തകരതെടുത്ത് ഇവിടെ കൊണ്ടുപോകും. ഈ 37 വർഷം കഴിഞ്ഞിട്ടും കലാപം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. സമാധാനം അവർക്ക് വശമില്ലാത്തൊരു കാര്യമാണ്. നമ്മുടെ പതാക നശിപ്പിച്ചവരെ, നമ്മുടെ കൊടിതോരണങ്ങൾ നശിപ്പിച്ചവരെ ആ സംഭവത്തിൽ ശക്തമായി അപലപിക്കുന്നു. ഈ ഗംഭീരമായ റാലി സംഘടിപ്പിച്ച മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ രക്തസാക്ഷികളുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.